നമസ്തേ. പഴയകാലത്തെ മുത്തശ്ശിമാർ പറയും, നമ്മൾ സംസാരിക്കുമ്പോൾ വാക്കുകൾ പിഴച്ചാൽ നിന്റെ നാവിൽ ചേഷ്ടയാണ് ഇരിക്കുന്നത്. സരസ്വതി ഇരിക്കണം, അപ്പോഴേ നല്ല വാക്കുകൾ വരികയുള്ളൂ. അതിന് വകതിരിവുണ്ടാകണം. മൂഢന്മാരുടെ വേദിയിലാണോ താൻ നിൽക്കുന്നത്, അതോ പണ്ഡിതന്മാരുടെ വേദിയിലാണോ എന്ന് കണ്ടറിഞ്ഞ് അതിൻ്റെ തരാതരം പോലെ സംസാരിക്കാൻ കഴിയണം. വാക്കിൻ്റെ വില നന്നായി അറിയുന്ന സജ്ജനങ്ങൾ അത്തരം വേദികളിൽ ഒരൊറ്റ വാക്ക് പോലും പിഴച്ചു പറയുകയില്ല. സഭാകമ്പം അവരെ ബാധിക്കുകയില്ല. താൻ അഭ്യസിച്ചറിഞ്ഞ ജ്ഞാനം പണ്ഡിതന്മാരടങ്ങുന്ന വേദിയിൽ അവർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ലളിതമായും സ്ഫുടമായും ആവിഷ്കരിക്കുവാൻ കഴിയുന്നവരെ പ്രാജ്ഞന്മാരിൽ പ്രാജ്ഞൻ എന്ന നിലയ്ക്ക് ലോകം അംഗീകരിക്കും. ഞാൻ എന്തറിയുന്നുവോ അത് മാത്രമല്ല അറിവ്. അതിന് പല ശാഖകളുണ്ട്. ഓരോരുത്തരും ഓരോ ശാഖയിൽ പ്രാവീണ്യം ഉള്ളവരായിരിക്കും. അതുകൊണ്ട് അത്തരം വിദ്വാൻമാർ അടങ്ങുന്ന സഭയിൽ തൻ്റെ അറിവ് അവരെല്ലാം ഉൾക്കൊള്ളുന്ന മട്ടിൽ വിശദമായി ആവിഷ്കരിക്കുന്നതോടൊപ്പം തനിക്കറിയാത്ത കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് അറിയാൻ ശ്രമിക്കുകയും വേണം. ശൗര്യമില്ലാത്ത ഭീരുക്കൾക്ക് വാളുമായി എന്ത് ബന്ധമാണുള്ളത്? ഒരിക്കലും അവർക്ക് അതെടുത്ത് പ്രയോഗിക്കാൻ കഴിയുകയില്ല. അതുപോലെ തന്നെയാണ് സഭാകമ്പമുള്ളവരുടെ കാര്യവും. ഉത്തമ ഗ്രന്ഥങ്ങൾ അവർക്ക് ഒരു പ്രയോജനവും ചെയ്യുന്നില്ല. പഠിച്ചുണ്ടാക്കിയ അറിവ് വിദഗ്ധമായി പ്രയോഗിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് എന്ത് കാര്യം? യുദ്ധക്കളത്തിൽ പരിസര ഭീരുവായി ഇതികർത്തവ്യമൂഢനായി മൗഢ്യത്തോടെ നിൽക്കുന്ന അവൻ്റെ കയ്യിലിരിക്കുന്ന വാളുകൊണ്ട് എന്താണ് അവനൊരു പ്രയോജനം? വാൾ സ്വന്തം നിലക്ക് പ്രയോജനകരം തന്നെ. എന്നാൽ അത് ഇരിക്കുന്നത് ഒരു നപുംസകത്തിൻ്റെ കയ്യിലായി പോയാലോ? അതുകൊണ്ട് തനതായ ഗുണം കൂടി അത് നഷ്ടപ്പെട്ടു പോകും. അതുപോലെയാണ് ഉത്തമ ഗ്രന്ഥങ്ങളുടെ കാര്യം. സഭയെ ഭയപ്പെടുന്നവർ അത് പഠിച്ചിട്ട് യാതൊരു പ്രയോജനവും നേടുന്നില്ല. മാത്രവുമല്ല, ആ ഗ്രന്ഥത്തിൻ്റെ പ്രസക്തിയും അവനിലൂടെ നഷ്ടമായി പോകും. ഗ്രന്ഥങ്ങൾ പലതും പഠിച്ചിട്ടുണ്ടാവാം, പക്ഷേ സജ്ജനങ്ങൾ ഇരിക്കുന്ന സഭയിൽ ആ അറിവെല്ലാം വിദഗ്ധമായി പുനരാവിഷ്കരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത്രയൊക്കെ പഠിച്ചതുകൊണ്ട് എന്ത് പ്രയോജനം? എത്തേണ്ടവരുടെ മുമ്പിൽ അതൊരിക്കലും എത്തുന്നില്ലല്ലോ. നിരക്ഷരന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ പണ്ഡിത സഭയെ ഭയപ്പെട്ടേ തീരും. കാരണം അവർക്ക് യാതൊന്നും അറിയില്ല. എന്നാൽ അവരുടെ അറിവില്ലായ്മക്ക് മാപ്പുണ്ട്. എന്നാൽ ആവശ്യത്തിലേറെ പാണ്ഡിത്യം കൈവരിച്ച് കഴിഞ്ഞിട്ടും വിദ്വത്സഭയിൽ വീരുത്വം മൂലെ അവയൊന്നും പ്രകാശിപ്പിക്കാത്തവർ അജ്ഞരേക്കാൾ അധകൃതരാണ്. പഠിച്ചതുകൊണ്ട് തനിക്കോ മറ്റുള്ളവർക്കോ പ്രയോജനമുണ്ടാവാത്ത വിധത്തിൽ അവർ ആ അറിവ് പാഴാക്കുകയാണല്ലോ ചെയ്യുന്നത്. ആ തെറ്റിന് ഒരിക്കലും മാപ്പില്ല. താൻ പഠിച്ചറിഞ്ഞതായ കാര്യങ്ങൾ വിശദമായി സദസ്സിൽ പറയാൻ കഴിയാതെ സഭാകമ്പത്താൽ ഭയന്ന് മാറി നിൽക്കുന്നവർ ജീവിക്കുന്നുവെങ്കിലും മരിച്ചവർക്കൊപ്പമാണുള്ളത്. കാരണം അവരുടെ സാന്നിധ്യവും പ്രസക്തിയും ലോകം അറിയുന്നില്ല എന്നതുകൊണ്ട് തന്നെ. എന്തറിവുണ്ടായിട്ടെന്താ? അത് വേണ്ടിടത്ത് വേണ്ട രീതിയിൽ പ്രയോഗിക്കണ്ടേ? ആ മിടുക്ക് കാണിക്കണ്ടേ? എല്ലാം പഠിച്ചിട്ടുണ്ട്. 2 MA, 2 BA, PG, ഡോക്ടറേറ്റ്, വേറെ എല്ലാം ഉണ്ട്. ഇതിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റുകൾ വീട്ടിൽ അലമാരയിലുണ്ട്. അടുത്ത ഒരു സാധാരണ വീട്ടമ്മ ഒരു മൊബൈൽ ഫോണുമായി വന്ന് ഇതൊന്ന് നോക്കിയേ എന്ന് പറഞ്ഞ് കൊടുത്തപ്പോൾ
ഇതൊന്ന് പറഞ്ഞു തരൂ എന്ന് ചോദിച്ചപ്പോൾ ആ ഫോൺ അയാളുടെ കയ്യിൽ കൊടുത്തു. കുറുക്കനാമനെ കിട്ടിയതുപോലെ ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് നോക്കുന്നല്ലാതെ മേറ്റൊന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയാത്ത ഈ പഠനം ഇയാൾക്ക് എന്തിനാണ്? അങ്ങനെയാണ് പലരും. ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയും അങ്ങനെയാണ്. വകതിരിവില്ല, ഡിഗ്രിയുണ്ട്, അങ്ങനെയില്ലേ എന്ന് വെറുതെ ഒന്ന് ആലോചിച്ചു.